ഹൈപ്പർസ്വാപ്പ് AI എന്നുള്ള ടോക്കൺ. അതിൻ്റെ ടിക്കർ HYLX എന്നാണ്. അത് മാത്രമല്ല ഇത് വളരെ സ്മോൾ ആയിട്ടുള്ളൊരു ടോക്കൺ ആയതുകൊണ്ടും ഇത് ബിലീവ് എക്കോസിസ്റ്റത്തിലെ ICM V2 എന്നുള്ള നരേറ്റീവിൻ്റെ ഭാഗമായതുകൊണ്ടും ഇതിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. USD ബ്ലോക്ക് ചെയിനിലേക്ക് കയറ്റാനുള്ള USDT ഓൺ റാമ്പർ എന്നുള്ളത് ഒരു പ്രൊഡക്റ്റ്, ഏത് ചെയിനിലേക്കും ഫണ്ട് ഇഷ്ടം പോലെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ക്രോസ് ചെയിൻ സ്വാപ്പിംഗ് എന്നുള്ളത് വേറൊരു പ്രൊഡക്റ്റ്. ഇത് കൂടാതെ പെർപെച്വൽ ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നതിനുള്ള പെർപ്ഡെക്സ് എന്നുള്ളത് മറ്റൊരു പ്രൊഡക്റ്റ്. ഇനിയാണ് ഇതിൻ്റെ ടോക്കണിലേക്ക് വരുന്നത്. ഈ 3 സർവീസും ഉപയോഗിക്കുന്നതിന് അവർ ഫീസായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ അണ്ടർലൈയിങ് ആയിട്ടുള്ള HYLX എന്നുള്ള ടോക്കണാണ്. ഇനി ഇതിലും ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു കാര്യം അവരുടെ സ്റ്റേക്കിംഗ് ആൻഡ് ഈൽഡിംഗ് എന്നുള്ള ഫീച്ചറാണ്. ബേസിക്കലി ഇവർ ജനറേറ്റ് ചെയ്യുന്ന ഫീസ് ഓരോ പ്രാവശ്യവും $10,000 കളക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ 20% അവർ HYLX ടോക്കൺ മാർക്കറ്റ് ബൈ ചെയ്ത് ബേൺ ചെയ്യുന്നു. സോ ചുരുക്കി പറഞ്ഞാൽ ടോക്കണിൻ്റെ സപ്ലൈ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ ദാറ്റ് ക്രിയേറ്റ് ആൻ ആർട്ടിഫിഷ്യൽ ഡിമാൻഡ്. ഇത് കൂടാതെ സ്റ്റേക്ക് ചെയ്യുന്നവർക്ക് HYLX എന്നുള്ള ടോക്കൺ സ്റ്റേക്ക് ചെയ്യുന്നവർക്ക് എന്താണ് ബെനിഫിറ്റ്? അവിടെയാണ് ഇവരുടെ ഫീസിൻ്റെ 10% അവർ അലോക്കേറ്റ് ചെയ്യുന്നത്. 10,000 rupees ഈ പ്രോട്ടോക്കോൾ ഈ 3 ആപ്ലിക്കേഷൻസിൽ നിന്നും കൂടി കളക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് 10%, അതായത് 1,000 rupees സ്റ്റേക്കേഴ്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെയർ അനുസരിച്ച് ഒരു പെർസെൻറ്റേജ് നമുക്ക് റവന്യൂ ആയിട്ടും കിട്ടും.